ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു അടിപൊളി സർവൈവൽ ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പട്ടിയുടെ അഭിനയം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അമ്മാതിരി അഭിനയമാണ് ഇതിനകത്ത് അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. ഒരു അമ്മയും മോനും ഒറ്റയ്ക്ക് ഒരു പേപ്പട്ടിയുടെ മുമ്പിൽ അകപ്പെട്ട് അവരെങ്ങനെ രക്ഷപ്പെടും? അതും വെറും ഒരു പേപ്പട്ടിയല്ല, പട്ടികളുടെ ഇനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സൈസ് വെക്കാൻ പറ്റുന്ന സെന്റ് ബെർണാർഡ് ഇനത്തിൽപ്പെട്ട പട്ടി. അവന്റെ കയ്യിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെടും? അതാണ് ഈ സിനിമയുടെ വൺ ലൈൻ. അപ്പോൾ സമയം കളയാൻ നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനലായ മൂവിയോറ മലയാളം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. അപ്പോൾ സിനിമ തുടങ്ങുന്ന ഒരു മുയലിനെ കാണിച്ചുകൊണ്ടാണ്. ആ മുയൽ മനസ്സമാനത്തോടെ അതുവഴിയൊക്കെ ഓടിക്കളിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തോ ഒരു സാധനം വന്ന് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നു. അത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു ഭീമൻ പട്ടി. ഇവനാണ് നമ്മുടെ ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള കൂജോ എന്ന പട്ടി. ഇവൻ്റെ സൈസ് നമുക്ക് വഴിയേ മനസ്സിലാവും. പിന്നെ ഈ സിനിമയുടെ പേരും കൂജോ എന്ന് തന്നെയാണ്. അപ്പോൾ ആ മുയലിനെ കണ്ടതും അതിനെ കടിച്ച് കയറാൻ വേണ്ടി ഇവൻ പാഞ്ഞു വരും. അത് മനസ്സിലായ ആ മുയൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അത് ഓടി എടുത്തുള്ള ഒരു മാളത്തിനകത്ത് കയറി ഒളിച്ചു. ഇവനാണ് ആ മാളത്തിനകത്ത് കയറാൻ പറ്റത്തില്ല, കാരണം ഇവന് അത്രയ്ക്ക് സൈസുണ്ട്. ഇവൻ അതിനകത്ത് തലയിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഫുൾ ഇരുട്ട. അപ്പം ആ മുയലിനെ പേടിപ്പിച്ച് വെളിയിൽ വരുത്താന്ന് കരുതി ഇവൻ കുരയ്ക്കാൻ തുടങ്ങും. പക്ഷെ അതിനകത്ത് നിറച്ച് വവ്വാലാന്നുള്ള കാര്യം ഇവൻ അറിയത്തില്ലായിരുന്നു. ഇവൻ്റെ ഒച്ച കേട്ട് പേടിച്ച വവ്വാല് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ തുടങ്ങും. അപ്പം അതിലൊരു വവ്വാല് വന്ന് ഇവൻ്റെ മൂക്കിനിട്ടൊരു കടി കൊടുക്കും. കടി കിട്ടി ഇവനാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടും. പിന്നെ കാണിക്കുന്ന നമ്മുടെ കൊച്ചു കുട്ടികളുടെ ടെഡിനെയാണ്. ആൾക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവന് ക്ലോസറ്റിൻ്റെ ഡോറ് തന്നെ തുറന്നു വരുന്ന പോലെയാണ് തോന്നുന്നത്. അത് കണ്ടതും ചെറുക്കൻ ഉറക്ക കരയാൻ തുടങ്ങും. അപ്പോൾ അടുത്ത റൂമിലുണ്ടായിരുന്ന അവൻ്റെ അമ്മയായിട്ടുള്ള ഡോണയും അച്ഛനായിട്ടുള്ള വിക്കും അങ്ങോട്ട് ഓടി വരും. അപ്പോൾ ഡോണ അവനോട് ചോദിക്കും, ഇന്നും സ്വപ്നം കണ്ട് നീ പേടിച്ചു വന്നു? അപ്പോൾ ടെഡ് പറയും, മമ്മി ഞാൻ സ്വപ്നം കണ്ടതല്ല, അതിനകത്ത് മോൺസ്റ്റർ ഉണ്ട്, ഞാൻ അതിനെ കണ്ടെന്ന്. അപ്പോൾ അവൻ്റെ അച്ഛനായിട്ടുള്ള വിക്ക് ആ ക്ലോസറ്റ് തുറന്നു നോക്കിയിട്ട് പറയും, മോനെ ഇതിനകത്ത് നോക്കി, ഇതിനകത്ത് മോൺസ്റ്റർ ഒന്നുമില്ല, ആകെ ടെഡിൻ്റെ കളിപ്പാട്ടവും ടെഡിൻ്റെ ഡ്രസ്സും പിന്നെ ടെഡിൻ്റെ ഫേവറേറ്റ് ടെഡ്ഡി ബിയറും മാത്രമേ ഉള്ളെന്ന് പറയും. അപ്പോൾ ടെഡ് പറയും, അതിനകത്ത് ആ മോൺസ്റ്റർ ഉണ്ട് ഡാഡി, ഞാൻ കേട്ടതാണ്. അപ്പോൾ വിക്കി നോക്കി, നീ എന്നാ കേട്ടെന്ന്. അപ്പോൾ ടെഡ് ഒരു സൗണ്ട് ഉണ്ടാക്കി കേൾപ്പിക്കും, ഇതാ ഞാൻ കേട്ടെന്ന് പറയും. അപ്പോൾ വിക്ക് പറയും, അത് ശരിക്കും പേടിപ്പിക്കുന്നതാണല്ലോ. എന്നിട്ട് പറയും, മോനെ മോൺസ്റ്റർ എന്ന് പറയുന്നൊന്നും ഇല്ല, നീ സ്വപ്നം കണ്ടതാണ്, അത് കഥയിൽ മാത്രമേ ഉള്ളെന്ന്. ഇനി ഉണ്ടേ തന്നെ മോൺസ്റ്ററിന് കയറാനുള്ള ഇടയൊന്നും നിന്റെ റൂമിനില്ലെന്ന് എന്ന് പറഞ്ഞാൽ അവനെ സമാധാനിപ്പിച്ച് ഉറക്കിയിട്ട് നമ്മുടെ വിക്കും ഡോണെ അവിടെ നിന്ന് പോകും. പിന്നെ കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. അപ്പോൾ ഇവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം വിക്കിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സ്റ്റീവ് എന്ന് പറയുന്ന ഒരാൾ അങ്ങോട്ട് കയറി വരും. അയാളെ കണ്ടത് നമ്മുടെ മമ്മി വളരെ അസ്വസ്ഥയാവും. അതിൻ്റെ കാര്യം നമുക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ ഈ സ്റ്റീവ് എന്ന് പറയുന്ന ആൾ നമ്മുടെ വിക്കിൻ്റെ കൂടെ ടെന്നീസ് കളിക്കുന്ന ആളാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ടെന്നീസ് കളിക്കാൻ പോകും. പിന്നെ കാണിക്കുന്ന ഡോണ ഈ സ്റ്റീവിൻ്റെ കൂടെ വേണ്ടാത്ത രീതിയിലുള്ള പോലെയാണ്. അവർ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അതിൽ ഡോണയ്ക്ക് നല്ല കുറ്റബോധവുമുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത അടുത്ത ദിവസം നമ്മുടെ വിക്കാണ് അയാളുടെ കാർ നന്നാക്കാൻ വേണ്ടി ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഈ അടുത്ത ദിവസമൊന്നും അവിടെ നന്നാക്കി കിട്ടത്തില്ലെന്ന് അയാൾ പറയും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേറൊരു പോസ്റ്റ്മാൻ നമ്മുടെ വിക്കിനോട് പറയും, ഇവിടുന്ന് ഒരു 6 മൈൽ പോയ ജോ ഹാമർ എന്ന് പറയുന്ന ഒരു മെക്കാനിക് ഉണ്ട്, അയാൾ നിങ്ങൾക്ക് ശരിയാക്കി തരുമെന്ന്. അത് കേട്ട വിക്കാണ് അടുത്ത ദിവസം നമ്മുടെ ഡോണയും ടെഡിനെയും കൂട്ടി അയാളെ കാണാൻ പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ മെക്കാനിക്കിൻ്റെ മകൻ അവിടെ കളിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അത് കണ്ട് ടെഡ് നേരെ അങ്ങോട്ട് പോകും. വിക്കാണെങ്കിൽ നേരെ മെക്കാനിക്കിനെ കാണാൻ പോകും. അപ്പം നമ്മുടെ ഡോണ നോക്കുമ്പോഴാണ് ദൂരേന്ന് ഒരാൾ ഓടി വരുന്ന കാണാം, കൂജോ, നമ്മുടെ ആ പട്ടി. ഈ മെക്കാനിക്കിൻ്റെ മോൻ വളർത്തുന്ന പട്ടിയാണത്. അപ്പോൾ അത് ഓടി വരുന്നത് നമ്മുടെ ടെഡിൻ്റെ നേരെയാണ്. അത് കണ്ട് പേടിച്ച ഡോണ ഉടനെ വിക്കിനെ വിളിക്കും. എന്നിട്ട് ഓടിച്ചെന്ന് കൊച്ചിനെ എടുക്കും. അപ്പോൾ മെക്കാനിക്കിൻ്റെ മോൻ പറയും, പേടിക്കേണ്ട, ഇവന് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണെന്ന്. പിന്നെ അതുമായിട്ട് കമ്പനിയായിട്ട് നമ്മുടെ ടെഡ് അതിനെ തൊടുകയൊക്കെ ചെയ്യും. അപ്പോഴും അതിൻ്റെ മൂക്കെല്ലാം നേരത്തെ ആ വവ്വാല് കടിച്ച പാട് അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് വണ്ടിയൊക്കെ ശരിയാക്കിയിട്ട് അവർ വീട്ടിലോട്ട് പോകും. പിന്നെ കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അടുത്ത ദിവസം നോക്കുവാണെങ്കിൽ ടി വിയിലൊക്കെ മുഴുവൻ ന്യൂസാണ് നമ്മുടെ വിക്ക് ജോലി ചെയ്യുന്ന കമ്പനീനെ പറ്റി. കാരണം ആ കമ്പനിയിലെ ഫുഡ് കഴിച്ച് കുറേ ആൾക്കാർ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ വിക്കിന് അത്യാവശ്യമായിട്ട് ഓഫീസിലോട്ട് പോകണം. വിക്ക് നേരത്തെ പോകും. പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ മെക്കാനിക്കിൻ്റെ വീടാണ്. അവിടെ ഈ മെക്കാനിക്ക് ഈ പണിയെടുക്കുന്ന ശബ്ദമൊക്കെ കേട്ട് നമ്മുടെ ആ കൂജോ ആ പട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നും. അത് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോവും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോണേനെയാണ്. ഡോണ നേരത്തെ കണ്ട സ്റ്റീവ് എന്ന് പറയുന്ന ആളെ കാണാൻ പോവുകയാണ്. അയാളോട് എന്ന് പറയും, നമുക്കിനി ഒരിക്കലും കാണണ്ട, അതൊരു മിസ്റ്റേക്കായിരുന്നു, മറന്നേക്കാന്ന്. അപ്പോൾ അയാൾ ചോദിക്കും, എന്നെ ഇപ്പോൾ ഇങ്ങനെ തോന്നാന്ന്. അപ്പോൾ അവൾ പറയും, എനിക്കൊരു പാവം മോനും ഒരു പാവം ഭർത്താവും ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അയാൾ പറയും, നിനക്ക് നേരത്തെ ഒന്നും അറിയാൻ മേലായിരുന്നു. അപ്പോൾ ഡോണ പറയും, അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മിസ്റ്റേക്കാണ്, നമുക്കിനി ഒരിക്കലും കാണണ്ട, സോറി എന്ന് പറഞ്ഞ് ഡോണ അവിടെ നിന്ന് പോകും. അപ്പോൾ ഡോണ പോയ പുറകെ ഇയാൾ ഓടി വന്ന് അവളെ പിടിച്ച് വഴക്കൊട്ടാക്കാൻ തുടങ്ങും. കറക്റ്റ് ആ സമയത്ത് അതുവഴി നമ്മുടെ വിക്ക് പോകും. വിക്ക് അത് കാണും ഒരു മിന്നായം പോലെ. അയാൾ വണ്ടിയും തിരിച്ചുകൊണ്ട് വന്ന് വീണ്ടും നോക്കുമ്പോൾ അവരെ അവിടെ കാണത്തില്ല. നമ്മുടെ ഡോണ നേരെ പോയത് സ്കൂളിലോട്ടാണ് നമ്മുടെ ടെഡിനെ വിളിക്കാൻ. നോക്കുമ്പോൾ അവൻ്റെ നെറ്റിയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. എന്നാ പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു വണ്ടി ഇടിച്ചാണ്. ഏതോ പിള്ളേരുമായിട്ട് അടി കൂടിയതാ സംഭവം. അവർ നേരെ വീട്ടിലോട്ട് പോകും.
പോകുന്ന വഴി അവരുടെ വണ്ടി കുറേ തവണ ബ്രേക്ക് ഡൗൺ ആവും. അതൊരു പഴയ വണ്ടിയാണ്. എങ്ങനെയൊക്കെയോ പാടുപെട്ട് അവസാനം അവർ വീട്ടിൽ ചെന്ന് ചേരും. അവിടെ ചെല്ലുമ്പോൾ അവിടെ നേരത്തെ നമ്മുടെ വിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വിക്കിനെ കണ്ടതും ഡോണെ അവനോട് പറയും, ഈ വണ്ടിക്ക് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്, ഇത് എപ്പോഴും ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവൻ പറയും, നമുക്ക് നാളെ എന്നാൽ മെക്കാനിക്കിനെ കൊണ്ട് കാണിക്കാമെന്ന്. അതിരിക്കട്ടെ, നീ ഇന്ന് എവിടെയൊക്കെ പോയെന്ന് വിക്ക് അവളോട് ചോദിക്കും. അപ്പോൾ ഡോണ പറയും, ഞാൻ കുറേ സാധനങ്ങൾ മേടിക്കാൻ പോയി, പിന്നെ നമ്മുടെ ടെഡിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനും മാത്രമേ പോയുള്ളൂ. അത് കേൾക്കുമ്പോഴേ വിക്കിനത് കള്ളത്തരമാണെന്ന് അറിയാം. പക്ഷെ അവനൊന്നും പറയത്തില്ല. പിന്നെ കാണിക്കുന്ന നമ്മുടെ മെക്കാനിക്കിൻ്റെ വീടാണ്. അവിടെ അയാളുടെ ഭാര്യയ്ക്ക് $5000 ലോട്ടറി അടിച്ചു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അവർ ഒരാഴ്ച അവർ അനിയത്തിയുടെ വീട്ടിൽ നിൽക്കാൻ പൊക്കോട്ടെ എന്ന് മെക്കാനിക്കിനോട് ചോദിക്കും. മെക്കാനിക്കാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ നോക്കിയിരിക്കുമായിരുന്നു. അയാൾ പറയും പൊക്കോളാൻ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കൂജോയ്ക്ക് നല്ല മാറ്റം വന്ന് തുടങ്ങിയിരുന്നു. അവൻ്റെ കണ്ണൊക്കെ ചുമന്ന് അവൻ്റെ മൂക്കിൽ നിന്നൊക്കെ പഴുപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഭാര്യ പോകുന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഈ മെക്കാനിക്കാണ് അവൻ്റെ കൂട്ടുകാരനായിട്ടൊരു തടിയനുണ്ട് ഇവൻ്റെ കൂടെ ജോലി ചെയ്യുന്നത്. അവൻ്റെ വീട്ടിലോട്ട് കൂജോയിനെയും കൂട്ടിപ്പോവും. അവിടെ ചെന്ന് അവർ ഭയങ്കര കള്ളുകൂടിയും വർത്തമാനവും ഒക്കെ ആയിട്ട് ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. അപ്പോൾ ആ തടിയൻ മെക്കാനിക്കിനോട് ചോദിക്കും, നിനക്ക് നിൻ്റെ ഭാര്യ ഇത്രയ്ക്ക് പേടിയാണോ? അപ്പോൾ മെക്കാനിക് പറയും, അങ്ങനെയൊന്നുമില്ല, നീ സൂക്ഷിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂജോനെ വിട്ട് നിന്നെ കടിപ്പിക്കുന്നു. ഏത് ഈ പന്നപ്പട്ടിയോ? ഇതിന് ഞാൻ ചവിട്ടി കൂട്ടുമെന്ന് പറഞ്ഞാൽ ഒരു പെപ്സിയുടെ ക്യാൻ എടുത്ത് അവിടെ കൂജോയുടെ തലക്കിട്ടെറിയും. അപ്പോൾ കൂജോ അവനെ ഒരു നോട്ടമുണ്ട്, ഇനി ഞാൻ എടുത്തോളടാന്നുള്ള രീതി. പിന്നെ അവിടുന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഡോണേനെയാണ്. ഡോണെ അടുക്കളയിൽ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സ്റ്റീവ് എന്ന് പറയുന്ന ആൾ അവളെ പുറകിൽ നിന്ന് വന്ന് പിടിക്കും. അപ്പോൾ അവൻ ചോദിക്കും, ടെഡ് എന്ത് ചെയ്യുന്നു? അവൾ പറയും, ടെഡ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അയാളെ ഡോണയോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങും. നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് അവളുമായിട്ട് വഴക്ക് പിടിക്കും. അപ്പോൾ അറിയാതെ ഒരു ഗ്ലാസ് തട്ടി താഴെ വീഴും. കറക്റ്റ് സമയത്ത് നമ്മുടെ വിക്കും ടെഡും അങ്ങോട്ട് കയറി വരും. അപ്പോൾ സ്റ്റീവ് പറയും, ഞാൻ നിങ്ങളുടെ വണ്ടി കേടാന്ന് പറഞ്ഞാൽ നോക്കാൻ വന്നതാണ്. അപ്പോൾ അറിയാതെ എൻ്റെ കൈ തട്ടി ഒരു ഗ്ലാസ് പൊട്ടിയതാണ്. അപ്പോൾ ഡോണെ അവനോട് പറയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ. ഇതെല്ലാം കണ്ടു നിന്ന വിക്ക് ഒറ്റക്കാരി ഡോണയോട് ചോദിക്കത്തുള്ളൂ, നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്ന്. അവൾ ഉണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ മെക്കാനിക്കിൻ്റെ വീടാണ്. അവിടെ ആ കൂജോനെ കാണാതായിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. അപ്പോൾ ആ മെക്കാനിക്കിൻ്റെ മോൻ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി അവനെ തപ്പി നടക്കുവാണ്. അവിടെയൊക്കെ കുറേ തപ്പിയിട്ടും കൂജോനെ അവിടെ എങ്ങും കാണത്തില്ല. അപ്പോൾ ഇവൻ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ പട്ടി അവൻ്റെ പുറകിൽ കൂടെ വരുന്നത്. അത് അവൻ്റെ നേരെ ഒരുമാതിരി ഗർജിച്ചുകൊണ്ട് ചെല്ലും. അത് കണ്ട് ഈ ചെറുക്കൻ ചോദിക്കും, കൂജോ നിനക്ക് എന്താ പറ്റിയത്? നീ ഇങ്ങ് വാ, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന്. പക്ഷേ ഈ ചെറുക്കനോടുള്ള സ്നേഹം കൊണ്ടാന്ന് തോന്നുന്നു ആ പട്ടി അവിടെ നിന്ന് ഓടിപ്പോവും. പിന്നെ കാണിക്കുന്ന നമ്മുടെ വിക്കിന് ഇപ്പോൾ ഓഫീസിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒരു 10 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ അവൻ പോകാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ടെഡ് പറയും, അച്ഛൻ ഒരു ദിവസം പോയാൽ പോരെ, എന്തിനീ 10 ദിവസം പോകുന്നതെന്ന്. അപ്പോൾ വിക്ക് പറയും, ഒരു ദിവസം കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ പറ്റത്തില്ല മോനെ, ഞാൻ പോയിട്ട് ഉടനെ വരാമെന്ന്. എന്നിട്ട് ഡോണയോട് യാത്ര പറഞ്ഞിട്ട് വിക്ക് അവിടെ നിന്ന് പോകും. അപ്പോൾ വിക്ക് പോകുന്ന വഴി ഡോണ വിക്കിനെ പുറകിൽ നിന്ന് വിളിച്ച് നിർത്തും. എന്നിട്ട് ഓടിച്ചെന്ന് അവനോട് പറയും, ഞാനും സ്റ്റീവും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവും ഇല്ല, അത് നടന്നുപോയി, എനിക്കതിന് ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ലല്ലോ എന്ന് പറയും. അപ്പോൾ വിക്ക് പറയും, എനിക്കും പറ്റത്തില്ലല്ലോ എന്ന്. വിക്ക് ഡോണയോട് പറയും, ഞാൻ വന്നിട്ട് നമുക്കതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് വിക്ക് അവിടെ നിന്ന് പോകും. പിന്നെ വീണ്ടും കാണിക്കുന്ന നമ്മുടെ മെക്കാനിക്കിൻ്റെ വീടാണ്. അവിടെ അയാളുടെ ഭാര്യയും മോനും പോകാൻ തയ്യാറെടുക്കുക. അപ്പോൾ മെക്കാനിക്കിൻ്റെ മോൻ അയാളുടെ ഭാര്യയോട് പറയും, അമ്മേ നമ്മുടെ കൂജോയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, അവൻ്റെ മുഖത്തൊക്കെ ആകെ പഴുപ്പൊക്കെ ആയിട്ട് അവന് ഇപ്പോൾ കാണാൻ ഭയങ്കര പേടി വരുമെന്ന്, അവൻ എന്തോ രോഗം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഇത് നമുക്ക് അച്ഛനോട് പറഞ്ഞാലോ എന്ന് അവൻ ചോദിക്കും. അപ്പോൾ അവർ പറയും, ഇപ്പം പറയണ്ട, ഇപ്പം പറഞ്ഞാൽ നമ്മുടെ പോക്ക് മുടങ്ങുമെന്ന്. അപ്പോൾ കൂജോയ്ക്ക് എന്തെങ്കിലും വന്നാലോ അവൻ്റെ കാര്യം ആര് നോക്കുന്ന പയ്യൻ ചോദിക്കും. അപ്പോൾ അവർ പറയും, കൂജോയിനെ നിന്നെക്കാളും ഇഷ്ടമാണ് നിൻ്റെ അച്ഛൻ അവൻ്റെ കാര്യം നോക്കിക്കോളുമെന്ന്. കൂജോയിനെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ ആ പയ്യന് വിഷമമുണ്ട്, എന്നാലും അവരവിടെ നിന്ന് പോകും. പിന്നെ കാണിക്കാൻ ദൂരേന്ന് നമ്മുടെ കൂജോ നടന്നു വരുന്നതാണ്. എങ്ങോട്ടാന്ന് നോക്കി ആ തടിയൻ്റെ അടുത്തോട്ട്. ആ തടിയൻ അവിടെ എപ്പോഴും ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. ഈ തടിയൻ താമസിക്കുന്ന ഈ മെക്കാനിക്കിൻ്റെ വീടിന് തന്നെ പുറകെ വേറൊരു വീടുണ്ട്, അവിടെയാണ് ഈ തടിയൻ താമസിക്കുന്നത്. തടിയനാണെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഇപ്പോഴും ഭയങ്കര ഒച്ചപ്പാടാണ്. അപ്പോൾ അയാൾ ഒരു മുരളിച്ച കേൾക്കും. നോക്കുമ്പോഴാണ് നമ്മുടെ കൂജോ പെട്ടെന്ന് അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. അപ്പോൾ തടിയൻ കൂജോനെ നോക്കി പറയും, എന്നാടാ പന്നപ്പട്ടി മുരളുന്നതെന്ന്. ആ കൂജോയുടെ നിപ്പ് കണ്ടപ്പോൾ തടിയന് മനസ്സിലായി അത് കടിക്കാനുള്ള നിപ്പാണ്. തടിയൻ ഒറ്റ ഓട്ടം ഓടും. പക്ഷെ പോകുന്ന വഴി തടിയൻ തട്ടി വീഴും. കൂജോ അവൻ്റെ പുറത്ത് ചാടിക്കറി അവനെ കടിക്കാൻ തുടങ്ങും. 2-3 കടി കിട്ടി അങ്ങനെയൊക്കെയോ പാടുപെട്ട് കൂജോനെ തട്ടിത്തെറിപ്പിക്കുക തടിയൻ. എടാ പന്നപ്പട്ടി, നീ എന്നെ കടിച്ചല്ലേ, നീ അയാൾ വെടി വെച്ച് കൊല്ലൂടാന്ന് പറഞ്ഞ് തോക്കെടുക്കാൻ വേണ്ടി അയാൾ അകത്തോട്ട് ഓടും. എന്നിട്ട് അയാൾ അകത്ത് കയറി തോക്കെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഉണ്ട കാണത്തില്ല. അയാൾ ഉണ്ട എടുക്കാൻ വേണ്ടി മേശ തുറക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൂജോ ഓടി വന്ന് അയാളെ ചാടി പിടിക്കുവാണ്. അപ്പോഴാണ് കൂജോയുടെ സൈസ് നമ്മൾ ശരിക്കും അറിയുന്നത്. ആ തടിയൻ്റെ അത്രയും സൈസ് കൂജോയ്ക്കുണ്ട്. കൂജോ അവനെ താഴെ ഇട്ട് കടിച്ച് പറിച്ച് അവൻ്റെ കഴുത്ത് പറിച്ച് അവനെ കൊല്ലുവാണ്. കുറച്ച് കഴിഞ്ഞാണ് നമ്മുടെ മെക്കാനിക്ക് അങ്ങോട്ട് വരും ആ തടിയനെ നോക്കി. അയാൾ നോക്കുമ്പോഴാണ് വീടൊക്കെ അടിച്ചു പൊളിച്ച് തകർത്തിട്ടിരിക്കുന്നത്. അയാൾ അകത്ത് കയറി നോക്കുമ്പോൾ നമ്മുടെ തടിയൻ അവിടെ മരിച്ചു കിടക്കുന്ന അയാൾ കാണും. ഇനി തടിയനെ ആരെങ്കിലും കൊന്നാന്ന് കരുതി അയാൾ പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കാൻ അകത്തോട്ട് പോകും. അയാൾ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കൂജോ പുറകെ വന്നിക്കും. അയാൾ കൂജോനെ കണ്ടിട്ട്, കൂജോ ദൈവമേ നിനക്ക് പേ പിടിച്ചോ? ആ സമയങ്ങളിൽ തന്നെ കൂജോ മുഴുവനായിട്ട് പേ പിടിച്ച് കഴിഞ്ഞിരുന്നു. കൂജോ അയാളുടെ നേരെ പാഞ്ഞു വരും. പിന്നെ നമ്മൾ കേൾക്കുന്ന അയാളുടെ കാറിച്ച മാത്രമാണ്. അങ്ങനെ മെക്കാനിക്കിൻ്റെയും പണി കഴിഞ്ഞു. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ടെഡും ഡോണയും കൂടെ പാട്ടും പാടി അടിച്ച് പൊളിച്ച് വരുവാണ്. എങ്ങോട്ടാണ്? നമ്മുടെ മെക്കാനിക്കിൻ്റെ വീട്ടിലോട്ട്. പക്ഷെ അവിടെ ഇപ്പോൾ ആരാ ഉള്ളത്? നമ്മുടെ കൂജോ.
അപ്പോൾ ഇവർ ഈ പോകുന്ന വഴി ഈ വണ്ടി കുറേ തവണ ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ട്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഉന്തിത്തള്ളി അവസാനം അവർ മെക്കാനിക്കിൻ്റെ വീട്ടിൽ ചെല്ലും. അപ്പോൾ ഡോണ ടെഡിനോട് പറയും നമ്മൾ അവസാന സ്ഥലത്തെത്തിയെന്ന്. അപ്പോൾ ടെഡ് പറയും പക്ഷേ മമ്മി ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, ഞാനിപ്പോൾ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഡോണ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. ടെഡ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അവന് പറ്റുന്നില്ല, അവൻ്റെ സീറ്റ് ബെൽറ്റ് സ്റ്റക്കായിട്ടിരിക്കുക. ഡോണ എവിടെ നിന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കും ഹലോ ഇവിടെ ആരും ഇല്ലേന്ന്. പക്ഷെ അവിടെ ആരും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ടെഡാണ് വണ്ടിയെ കിടന്ന് ഒച്ച ഉണ്ടാക്കുക, അവന് സീറ്റ് ബെൽറ്റ് അഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. മമ്മി ഇതൊന്ന് അഴിച്ചു തന്നെന്ന് പറഞ്ഞ് അവൻ ഒച്ച ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ സായി കെട്ട് ഡോണ അത് അഴിക്കാൻ വേണ്ടി വീണ്ടും വണ്ടിക്കകത്ത് തിരിച്ചു കയറും. അപ്പോൾ ടെഡ് ഇരിക്കുന്ന വിൻഡോയിലെ ഗ്ലാസ് ചെറുതായിട്ട് താന്നായിരിക്കുന്നത്. അപ്പോൾ ആ സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പട്ടി ചാടി വരും അതിനകത്തൂടെ. ചെറുതായിട്ട് ആ ഗ്ലാസ് തുറന്നിട്ടുള്ളതുകൊണ്ട് അതിനകത്തോട്ട് ഭാഗ്യത്തിന് കയറാൻ പറ്റത്തില്ല. ടെഡിൻ്റെ സീറ്റ് ബെൽറ്റും അഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോണ എങ്ങനെയൊക്കെയോ പാടുപെട്ട് ആ ഗ്ലാസ് അടിക്കും, എന്നിട്ട് അവൻ്റെ സീറ്റ് ബെൽറ്റും അഴിക്കും. അപ്പോൾ ഡോണ ഇരിക്കുന്ന സീറ്റിൻ്റെ ഡോറ് തുറന്നാണ് കിടക്കുന്നത്. അപ്പോൾ പട്ടി പാഞ്ഞ് അപ്പുറത്തൂടെ അതിനകത്ത് കയറാൻ വരും. ഡോണ പെട്ടെന്ന് അതും അടയ്ക്കും. ദേഷ്യം വന്ന പട്ടിയാണെങ്കിൽ വണ്ടിയുടെ മേളിൽ കയറിയുന്നതിൻ്റെ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊളിക്കാൻ നോക്കുവാണ്. ഇതൊക്കെ കണ്ട നമ്മുടെ ടെഡാണെ കരഞ്ഞ് നിലവിളിക്കുവാണ്, അത് അവൻ്റെ ക്ലോസറ്റിലുള്ള മോൺസ്റ്ററാന്ന് പറഞ്ഞു. ഡോണയാണ് ടെഡിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്, അത് വേറെ ഒരു ഡോഗിയാന്ന് പറഞ്ഞു. എന്നിട്ടും ആ പട്ടി ഫ്രണ്ടിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാൻ നോക്കുവാണ്. ഡോണ അതിനെ ഹോൺ അടിച്ച് എങ്ങനെയൊക്കെയോ അവസാനം പേടിപ്പിച്ച് ഓടിക്കും. അപ്പോൾ ഡോണയാണ് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ ആ വണ്ടി സ്റ്റാർട്ടാകത്തേ ഇല്ല. ഇനി ആ പട്ടി അവിടെ നിന്ന് പോയോ നോക്കുവാണെങ്കിൽ അത് അവിടെ നിന്ന് പോയിട്ടുമില്ല. അത് ഇവർ വെളിയിൽ ഇറങ്ങാൻ വേണ്ടി അവിടെ തന്നെ നോക്കിയിരിക്കുവാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ടെഡ് പറയും മമ്മി ഒന്നുകൂടെ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പോൾ ഡോണ ദൈവത്തെ വിളിച്ച് ഒന്നുകൂടെ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കും. അങ്ങനെ അവസാനം വണ്ടി സ്റ്റാർട്ടാവും. വണ്ടി സ്റ്റാർട്ടായ സ്ഥിതിക്ക് അവിടെ നിന്ന് വിട്ടു പോയാൽ മതി. ഡോണ എന്നെ എടുക്കും, വണ്ടി തിരിച്ച് ആ പട്ടീനെ തെറി വിളിക്കാൻ വേണ്ടി വരും. ആ പട്ടീനെ ഫക്യൂവും പറഞ്ഞ് ഡോണ വീണ്ടും വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. വലിയ ആവശ്യം ഉണ്ടായിരുന്നു, അവർ വീണ്ടും അവിടെ പെട്ടുപോയി. പിന്നെ എത്ര നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാകത്തില്ല. ദേഷ്യം വന്ന ഡോണയാണ് വണ്ടിക്ക് ഡാഞ്ഞടിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കണ്ട് ടെഡി ചോദിക്കും മമ്മി എന്നാ പറ്റി, മമ്മിക്ക് എന്നോട് ദേഷ്യമാണോ? അപ്പോൾ ഡോണ പറയും മോനെ നിന്നോട് ഒരിക്കലും മമ്മി ദേഷ്യപ്പെടത്തില്ലെന്ന്. അപ്പോൾ ടെഡി ചോദിക്കും ആ പട്ടിക്ക് ഇതിനകത്ത് വരാൻ പറ്റുമോ മമ്മി? അപ്പോൾ ഡോണ പറയും ഇല്ല മോനെ അതിന് പറ്റത്തില്ലെന്ന്. അപ്പോൾ ടെഡി ചോദിക്കും ആ പട്ടി ഒന്ന് ചത്താൽ മതിയായിരുന്നെന്ന് ടെഡ് പറയും. ഡോണ പറയും എനിക്കും അത് ചത്ത് കണ്ടാൽ മതിയായിരുന്നെന്ന് ഡോണ പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇരട്ടാൻ തുടങ്ങി. ആ പട്ടി പോയോ നോക്കി അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിക്ക് കുറേ തവണ വീട്ടിലോട്ട് വിളിച്ച് നോക്കുന്നുണ്ട്. ആരും എടുക്കാത്തതുകൊണ്ട് അവന് ഭയങ്കര ടെൻഷനുണ്ട്. വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ഡോണേനും ടെഡിനെയാണ്. അങ്ങനെ രാത്രിയായി. ടെഡിന് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ടാണ് മേല. അപ്പോൾ ഡോണ പറയും അത്രയ്ക്ക് അത്യാവശ്യമാണോ എന്ന്. ടെഡ് പറയും അതേ മമ്മി ഒഴിക്കണമെന്ന്. അപ്പോൾ ഡോണ ആ ഡോറ് ചെറുതായിട്ട് തുറന്നു കൊടുക്കും അവന് മൂത്രം ഒഴിക്കാൻ. പക്ഷെ അപ്പോഴും ആ പട്ടി അവരുടെ തൊട്ട് മുമ്പേ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അത് അപ്പോൾ ഒന്നും അവർ ചെയ്യത്തില്ല. പെട്ടെന്നാണ് ആ വീട്ടിലെ ഫോൺ ബെല്ലടിക്കുന്നത്. അത് കേട്ടതും ആ പട്ടി അങ്ങോട്ട് ഓടും. ഫോണിൻ്റെ ശബ്ദം കേൾക്കുന്നതൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അത് ആ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കും. ഇത് കണ്ട് ഡോണ പെട്ടെന്ന് ഡോർ അടയ്ക്കും. ഭാഗ്യത്തിന് ആ ബെല്ല് നിന്നുകൊണ്ട് അത് ഫോൺ നശിപ്പിച്ചില്ല. പിന്നെ കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഡോണ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആ പട്ടി ഡോണേനെ നോക്കി ആ ഗ്ലാസിൻ്റെ സൈഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആദ്യം അതിനെ കണ്ട് പേടിച്ചെങ്കിലും ഡോണ ദേഷ്യം വന്നിട്ട് അതിനെ വീണ്ടും തുറച്ചു നോക്കും. ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും വിക്ക് കുറേ തവണ വീട്ടിലോട്ട് വിളിച്ച് നോക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും ആരും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോണ അവിടെ എടുത്തൊരു ബേസ്ബോൾ ബാറ്റ് കിടക്കുന്നത് കാണുന്നത്. അതെങ്ങനെയും എടുക്കാൻ പറ്റുമായിരുന്നു ഈ പട്ടീനെ അടിച്ചു കൊല്ലായിരുന്നു നമ്മൾ കരുതും. ഇപ്പോഴാണ് ആ വീട്ടിലെ ഫോൺ വീണ്ടും ബെല്ലടിക്കുന്നത്. പട്ടി ദേഷ്യം വന്നാൽ ഫോണിൻ്റെ നേരെ ഓടും. പെട്ടെന്ന് പട്ടി അവിടെ നിൽക്കും. അത് കരുതി ഈ കാറിലുള്ളവർ കാരണം ഈ ബെല്ലടിക്കുന്നതാണ്. അത് പെട്ടെന്ന് നേരെ ഡോണയുടെയും ടെഡിൻ്റെ നേരെ ഓടി വരുവാണ്. അത് നേരെ ഓടി വന്ന ആ കാറിൻ്റെ ഡോറിനിട്ട് ഒറ്റ ഇടിയാണ് അതിൻ്റെ തല കൊണ്ട്. ആ ഒരു ഇടി കിട്ടിയപ്പോഴേ ആ കാറിൻ്റെ ഡോറ് ചളുങ്ങിപ്പോയി. അത് ഇടിച്ചുടനെ നമ്മുടെ ടെഡ് കരയാൻ തുടങ്ങും. ഈ കൊച്ചു കരയുന്നതും പിന്നെ ആ ഫോൺ ബെല്ലടിക്കുന്നതും ശബ്ദമൊക്കെ കേട്ട് പട്ടിക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചു. ആ പട്ടി ആ ഡോറിൻ്റെ ഹാൻഡിലൊക്കെ കടിച്ച് പറിക്കുവാണ്. ഡോണ ഇരിക്കുന്നതിൻ്റെ ആ സീറ്റിലെ സൈഡിലെ ഗ്ലാസ്സൊക്കെ അത് അടിച്ച് പൊട്ടിക്കുവാണ്. ഡോണ ടെഡിനോട് പറയും മോനെ ഒന്നും മിണ്ടാതിരിക്കും, പ്ലീസ് മോനെ ഒന്നും മിണ്ടാതിരിക്കും, നിന്റെ ശബ്ദം കേൾക്കുന്ന അതിന് ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞ് ടെഡിനോട് മിണ്ടാതിരിക്കാൻ പറയും. പക്ഷെ അവൻ കൊച്ചുകുട്ടിയല്ലേ, അവനൊന്നും മനസ്സിലാകത്തില്ല, അവൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കും. അത് കേൾക്കുമ്പോൾ ഈ പട്ടിക്ക് കുറേ ദേഷ്യം വന്ന് ആ ഫ്രണ്ട് ഗ്ലാസ്സും അടിച്ച് പൊളിച്ച് അകത്ത് കയറാൻ നോക്കുവാണ്. ഭാഗ്യത്തിന് ആ ഫോണിൻ്റെ ബെല്ല് നിന്നുകൊണ്ട് അത് അവിടെ നിന്ന് പോകും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ആ പട്ടീനെ അവിടെ നിന്നും കാണാത്തതുകൊണ്ട് ഡോണ ആ കാറിൻ്റെ ഡോറ് തുറക്കും. ആ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിച്ച് ഹെൽപ്പ് ചോദിക്കാമെന്ന് കരുതി അവൾ വെളിയിലിറങ്ങി ആ പട്ടി എങ്ങാനും കാറിൻ്റെ അടിയിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കാറിൻ്റെ അടിയിൽ നോക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് ഡോണയുടെ തൊട്ട് പുറകിൽ ആ പട്ടി വന്നിരിക്കുന്നത്. ഈ സീനിലാണ് ഞാൻ ശരിക്കും പേടിച്ചു പോയത്. ആ പട്ടിയാണെങ്കിൽ ഓടി വന്ന് ഡോണയുടെ ദേഹത്തോട് ചാടി വീരും. ഡോണ എങ്ങനെയൊക്കെയോ പാടുപെട്ട് അവസാനം കാറിനകത്ത് കയറും. പക്ഷെ ആ പട്ടിയാണ് ഡോണയുടെ കൂടെ കാറിനകത്ത് കയറും. ഇതൊക്കെ കണ്ട് ടെഡ് കിടന്ന് നിലവിളിക്കുവാണ്. അത് ഡോണയുടെ കാലിലിട്ട് ആഞ്ഞ് കടിക്കും. ഭാഗ്യത്തിനവിടെ ഒരു സ്റ്റീലിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു. ഡോണ അതുകൊണ്ട് അതിനിട്ട് അടിക്കും. അടിച്ചടിച്ച് അവസാനം ആ പട്ടീനെ അവൾ തട്ടി വെളിയിലിടും. എന്നിട്ട് ആ ഡോർ അടയ്ക്കും. ഡോണേനെ പട്ടി കടിച്ച് അവളുടെ ദേഹത്തു നിന്ന് കുറേ രക്തം പോയി. ഇത് കണ്ട് ടെഡ് നിലവിളിക്കുവാണ്. ഡോണ ടെഡിനോട് പറയും മോനെ എന്നാ സംഭവിച്ചാലും വെളിയിൽ ഇറങ്ങില്ലെന്ന്. അത് പറഞ്ഞതിന് ഡോണയുടെ ബോധം പോകും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്കിനെയാണ്. ഇത്രയും തവണ അവരെ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതുകൊണ്ട് വിക്കിന് ഭയങ്കര ടെൻഷനായിട്ട് ആൾ അവിടെ നിൽക്കാതെ വീട്ടിലോട്ട് തിരിച്ചു വരുവാണ്. പിന്നെ അവിടുന്ന് കട്ട് ചെയ്താൽ കാണിക്കുന്നത് നമ്മുടെ ഡോണേനെയാണ്.
ഡോണയ്ക്ക് അവസാനം ബോധം വന്നു. അങ്ങനെ അവൾ അവസാനം കണ്ണ് തുറന്നു നോക്കുമ്പോൾ ടെഡ് ശ്വാസം കിട്ടാതെ കിടന്ന് പെടയുവാണ്. അപ്പോൾ അത് കണ്ടും ഡോണ മോനെ കണ്ണ് തുറക്കുന്നു പറഞ്ഞ് ഒച്ച വെക്കാൻ തുടങ്ങി. ഇത് കേട്ടതും ആ പട്ടി ദൂരെന്ന് ഓടി വരും. അത് ആ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാൻ നോക്കുവാണ്. പക്ഷെ അതൊന്നും കാര്യമാക്കിയത് ഡോണ ടെഡിനെ ഉണർത്താൻ നോക്കുവാണ്. അവസാനം എങ്ങനെയൊക്കെയോ പാടുപെട്ട് അവൻ്റെ വായിലൊക്കെ വിരലിട്ട് അവസാനം അവൻ ശ്വാസം കിട്ടാൻ തുടങ്ങി. അവന് ഡാഡീനെ കാണണമെന്ന് പറഞ്ഞ് അവൻ കരയുവാണ്. മമ്മി മോനെ ഡാഡിയുടെ ഒക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഡോണ അവനെ സമാധാനിപ്പിക്കുവാണ്. പിന്നെ കാണിക്കുന്ന ഇവരുടെ വീടാണ്. അവിടെ മറ്റേ സ്റ്റീവ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ വരും. അവൻ വന്ന് ഡോണേനെയും ടെഡിനെയും നോക്കുമ്പോൾ അവിടെ കാണത്തില്ല. അവൻ ആ കിച്ചണിലുള്ള കത്തിയെടുത്ത് എന്തോ ചെയ്യാനൊരു പ്ലാൻ ഇടും. അതേസമയമാണ് നമ്മുടെ വിക്ക് അങ്ങോട്ട് വരുന്നത്. ഞാൻ പേടിച്ചു പോയി അവൻ വിക്കിനെ വല്ലതും ചെയ്യുമെന്ന്. പക്ഷേ വിക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ വീടൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുവാണ്. വിക്ക് പെട്ടെന്ന് പോലീസിനെ വിളിച്ചു വരുത്തും. എന്നിട്ട് പോലീസുകാർ ചെയ്ത സ്റ്റീവ് എന്ന് പറഞ്ഞവനാണ്. എനിക്ക് ഉറപ്പാണ് അവൻ എൻ്റെ ഭാര്യേനെ മോനെ തട്ടിക്കൊണ്ട് പോയതാണ്. പക്ഷേ പോലീസുകാരൻ ചോദിക്കും നിങ്ങളുടെ ഭാര്യയുടെ വണ്ടി എന്ത് ചെയ്യുന്നു. അപ്പോൾ വിക്ക് പറയാതെ നന്നാക്കാൻ വേണ്ടി ഒരാളുടെ കൊടുത്തിരിക്കും. ജോ എന്ന് പറയുന്ന ഒരു മെക്കാനിക്കിൻ്റെ കൊടുത്തിരിക്കുകയെന്ന് പറയും. അപ്പോൾ അതിൽ വേറൊരു പോലീസുകാരൻ ചോദിക്കും ജോ ഹാമർ ആണോ എന്ന്. വിക്ക് പറയും അതെ അയാളാണ്. എന്നാൽ ഞാൻ അതുവരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അതൊരു പോലീസുകാരൻ നേരെ ഈ മെക്കാനിക്കിൻ്റെ വീട്ടിലോട്ട് പോകും. പിന്നെ കാണിക്കുന്ന പോലീസുകാരൻ അങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ആ പട്ടിയാണെങ്കിൽ ആ മെക്കാനിക്കിൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ കിടപ്പുണ്ട്. ഈ പോലീസുകാരൻ വരുന്ന കണ്ട ആ പട്ടി അവിടെ നിന്ന് ഓടി മാറും. പോലീസുകാരനാണ് നേരെ അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഡോണയുടെയൊക്കെ കാറ് കാണും. പക്ഷേ അയാൾ അങ്ങോട്ട് പോകാതെ നേരെ ഗോഡൗൺ ഉണ്ട് അങ്ങോട്ട് കയറിപ്പോവും. അപ്പോഴാണ് ഈ പട്ടി പുറകിൽ നിന്ന് വരുന്നത്. പോലീസുകാരൻ പെട്ടെന്ന് തോക്കെടുക്കാൻ നോക്കുമെങ്കിലും അത് ആ പോലീസുകാരൻ്റെ കൈക്കിട്ട് കടിക്കും. ഈ പോലീസുകാരനാണ് പേടി അവിടെ ഒരു തടിക്കഷ്ണത്തിൻ്റെ മണ്ടയിൽ കയറി നിൽക്കാൻ നോക്കും. അപ്പോൾ ഈ ഒച്ചയൊക്കെ കേട്ടാണ് നമ്മുടെ ഡോണ കണ്ണ് തുറന്ന് എഴുന്നേക്കുന്നത്. ഡോണ എഴുന്നേറ്റ് പോലീസുകാരൻ ഈ പട്ടി കടിക്കാൻ നോക്കുന്നുണ്ട്. അയാളെ സഹായിക്കാൻ വേണ്ടി വെളിയിൽ ഇറങ്ങാൻ നോക്കും. പക്ഷേ ആ കറക്റ്റ് സമയത്താണ് നമ്മുടെ ടെഡിന് വീണ്ടും ശ്വാസം മുട്ടുന്നത്. അപ്പോൾ ഡോണ ടെഡിനെ നോക്കുന്ന ആ സമയം കൊണ്ട് തന്നെ ആ പട്ടിയാണ് ആ പോലീസുകാരൻ്റെ കാലേ കടിച്ച് അയാളെ താഴെ ഇടും. എന്നിട്ട് അയാളെ കടിച്ച് പറിച്ച് അയാളുടെ വയറ് കീറി അയാളെ കൊല്ലുവാണ്. ഡോണ എങ്ങനെയൊക്കെയോ പാടുപെട്ട അവസാനം ടെഡിന് വീണ്ടും ശ്വാസം തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് ആ കാറിൽ നിന്ന് ഇറങ്ങിയ പോലീസുകാരന് എന്തെങ്കിലും പറ്റുമോ നോക്കുമ്പോഴത്തേക്കും പോലീസുകാരൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരുന്നു. ആ പട്ടിയാണ് ഡോണയുടെ നേരെ ഓടി വരുവാണ്. ഡോണ പെട്ടെന്ന് വീണ്ടും കാറിന് ഒരു ഡോർ അടയ്ക്കും. ടെഡാണെ കിടന്ന് കരയുവാണ്. ഇപ്പം ഡാഡീനെ കാണണം ഇപ്പം ഡാഡീനെ കാണണം എന്ന് പറഞ്ഞ് ടെഡ് കരയുവാണ്. അപ്പോൾ ഡോണ പറയും മോനെ നിന്റെ ഡാഡീനെ ഞാൻ കൊണ്ടുതരാം നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയും. പിന്നെ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ വിക്കിനെയാണ്. ആൾ ടെഡിൻ്റെ സാധനങ്ങളൊക്കെ നോക്കി വിഷമിച്ചിരിക്കുവാണ്. തൻ്റെ ഭാര്യയ്ക്കും മോക്കും എന്നാ പറ്റിയെന്നറിയാതെ. അപ്പോൾ പോലീസുകാരൻ അങ്ങോട്ട് വരും. ആൾ പറയും സ്റ്റീവ് എന്ന് പറയുന്ന ആളെ ഞങ്ങൾ പിടിച്ചെന്ന്. അപ്പോൾ വിക്കി നോക്കി എൻ്റെ ഭാര്യയെ മോനോ. ആ പോലീസുകാരൻ പറയും അയാൾ ഈ വീട്ടിൽ വന്ന് ഈ സാധനങ്ങളൊക്കെ നശിപ്പിച്ചാന്ന് അയാളെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാര്യയും ആളെ അയാളെ കണ്ടിട്ടേ ഇല്ലെന്ന് അയാൾ പറയുന്നതാണ്. അപ്പോൾ അത് കേട്ട വിക്ക് പറയും നിങ്ങൾക്ക് എന്നെ ഭ്രാന്താണോ നിങ്ങൾ അവൻ പറയുന്നത് വിശ്വസിച്ചോ എന്ന് പറഞ്ഞ് പോലീസുകാരനോട് ദേഷ്യപ്പെടും. അയാളെ ഞാൻ വിശ്വസിച്ചൊന്നുമില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അയാൾ പറയുന്നത് സത്യമാണ്. നിങ്ങളുടെ ഭാര്യയും മോനും കൂടെ നിങ്ങളുടെ കാറിൽ പോകുന്ന കണ്ടവരുണ്ടെന്ന് പറയും. അപ്പോൾ വിക്ക കോട്ടിട്ട പോലീസുകാരനോട് ചോദിക്കും ആ മെക്കാനിക്കിൻ്റെ വീട്ടിൽ പോയ പോലീസുകാരൻ എന്നാ പറഞ്ഞെന്ന്. അപ്പോൾ അയാൾ പറയും അയാൾ ഇതുവരെ വിളിച്ചില്ല അയാൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ വിക്ക് ദേഷ്യപ്പെട്ട് ചോദിക്കും അപ്പോൾ ആ പോയ ആളുടെ വിവരം ഇതുവരെ ഒന്നുമില്ലേ. അപ്പോൾ പോലീസുകാരൻ പറയും ഇല്ല അയാൾ വന്നിട്ടില്ല അയാൾ ഉടനെ വിളിക്കുമെന്ന് പറയും. അപ്പോൾ അത് കേട്ടപ്പോൾ വിക്കിന് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന്. വിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ആ മെക്കാനിക്കിൻ്റെ വീട്ടിലോട്ട് പോവാണ്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്ന ഡോണേനെയും ടെഡിനെയാണ്. ഡോണ നോക്കുമ്പോൾ ടെഡിന് ഒരു അനക്കവും ഇല്ല. അവനെ എത്ര വിളിച്ചിട്ടും അവനെ എഴുന്നേൽക്കുന്നില്ല. ഇനി ഇതിനകത്ത് ഇരുന്നിട്ട് കാര്യമില്ലെന്ന് രണ്ടും കൽപ്പിച്ച് ഡോണയാണ് ഡോറ് തുറന്ന് വെളിയിലിറങ്ങി. എന്നിട്ട് ആ വീടിന് നേരെ നടക്കുക ഫോൺ എടുത്ത് ആരെങ്കിലും വിളിച്ച് സഹായത്തിന് വിളിക്കാൻ വേണ്ടി. പക്ഷെ ആ പട്ടി ആ വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ താഴെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഡോണ ഇറങ്ങി അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും ആ പട്ടി അവിടെ നിന്ന് വെളിയിൽ വരും. അത് ഡോണയുടെ അടുക്കലോട്ട് ഓടി വരും. പെട്ടെന്ന് ഡോണയാണ് അവിടെ കിടന്ന ആ ബേസ്ബോൾ ബാറ്റ് ഓടിച്ചെന്നെടുക്കും. വാടാ വാടാ നോക്കാടാന്ന് പറഞ്ഞാൽ ആ പട്ടിയുടെ നേരെ ദേഷ്യത്തോടെ ഡോണ ഒച്ച വെക്കും. ആ പട്ടി ഡോണയുടെ നേരെ ഓടി വരും. ഡോണ ആ ബാറ്റ് എടുത്ത് ആ പട്ടിയുടെ തലക്കെട്ട് കുറേ തവണ അടിയും. അടിച്ചടിച്ചടിച്ച് അവസാനം ആ ബാറ്റ് പൊട്ടുന്നിടം വരെ ഡോണ അതിനെ അതുകൊണ്ട് അടിക്കും. എന്നിട്ടും ആ പട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. ആ ബാറ്റ് പൊട്ടിയിട്ടാണ് എൻ്റെ കൂർത്ത ഭാഗം അറ്റം മാത്രം ഡോണയുടെ കയ്യിലുണ്ട്. പട്ടി വീണ്ടും ഡോണയുടെ അടുക്കലോട്ട് വരുന്ന കണ്ട് ഡോണ പുറകോട്ട് മാറുമ്പോൾ ഡോണയുടെ കാല് തെറ്റി അവൾ വീഴും. ആ പട്ടി നേരെ ഡോണയുടെ ദേഹത്തോട്ട് ചാടി കയറും. ആ കമ്പിൻ്റെ പുറത്തോട്ട് ആ പട്ടി വീഴുന്നത്. അങ്ങനെ ആ പട്ടിയുടെ ദേഹത്ത് ആ കമ്പ് കുത്തിക്കയറി ആ പട്ടി സൈഡാകുവാണ്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഡോണ നോക്കുമ്പോൾ ആ പോലീസുകാരൻ്റെ തോക്ക് അവിടെ കിടക്കുന്ന കാണും. അവൾ അതെടുത്ത് ആ പട്ടിയുടെ നേരെ ചൂണ്ടും. പക്ഷേ ആ പട്ടിക്ക് ഒരു അനക്കവും ഇല്ലായിരുന്നു. അവളപ്പം വണ്ടിയിലെ ടെഡിനെ എടുക്കാൻ വേണ്ടി വണ്ടിയുടെ അടുക്കലോട്ട് ഓടും. പക്ഷേ അവിടെ ആ ഇട്ടിൻ്റെ പണി കിട്ടുന്നത്. അവൾ എത്ര ശ്രമിച്ചിട്ടോ വണ്ടി തുറക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ലോക്ക് ജാമായിപ്പോയി. അവൾ ഡിക്കി തുറക്കാൻ നോക്കിയിട്ടും അതും തുറക്കാൻ പറ്റുന്നില്ല. അവസാനം സൈ കെട്ടി അവൾ ആ പോലീസുകാരനെ തോക്കുകൊണ്ട് തന്നെ ആ ഗ്ലാസ് തല്ലി തല്ലി പൊട്ടിക്കുവാണ്. എന്നിട്ട് ടെഡിനെ എടുത്തുകൊണ്ട് വീടിനകത്തോട്ട് ഓടും. വീടിനകത്ത് കൊണ്ടുപോയി അവന് വെള്ളം കൊടുത്തിട്ട് അവനെ എത്ര തട്ടി വിളിച്ചിട്ട് അവനെ എഴുന്നേൽക്കുന്നേ ഇല്ല. അവൻ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ അവൾ വായിട്ട് കരയുവാണ്. പെട്ടെന്ന് നമ്മുടെ ചെറുക്കൻ ചുമയ്ക്കും. അത് കേട്ടത് അവൾക്ക് ആശ്വാസം വന്നു. നമ്മുടെ ചെറുക്കൻ കണ്ണു തുറന്ന് എഴുന്നേക്കും. അവന് കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ആ പട്ടി ജനലും പൊളിച്ച് അകത്തോട്ട് കയറി വരുന്നത്. ഡോണെ ഒന്നും ചിന്തിക്കാതെ ആ പോലീസുകാരനെ തോക്കെടുത്ത് ഒറ്റ വെടി. പിന്നെ കാണിക്കുന്ന നമ്മുടെ വിക്ക് അങ്ങോട്ട് പാഞ്ഞു വരുന്നതാണ്. വിക്ക് വന്ന് നോക്കുമ്പോൾ ഡോണയുടെ കാറൊക്കെ ആകെ തല്ലിപ്പൊളിഞ്ഞ് ചോരയെ കുളിച്ച് കിടക്കുവാണ്. ആ പോലീസുകാരൻ മരിച്ചു കിടക്കുന്ന അവൻ കാണും. അവൻ ആ മെക്കാനിക്കിൻ്റെ വീട്ടിലോട്ട് നോക്കി നമ്മുടെ ഡോണ ചോരയെ കുളിച്ച് നമ്മുടെ ടെഡിനെയും കയ്യിലെടുത്തുകൊണ്ട് വരുന്ന കാണും. അവൻ ഓടിച്ചെന്ന് ടെഡിനെ ഡോണയുടെ കയ്യിൽ നിന്ന് മേടിക്കും.
അവിടെ വെച്ച് 1983 ഇറങ്ങിയ കൂജോ എന്ന് പറയുന്ന സർവൈവൽ ത്രില്ലർ സിനിമ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലായ മൂവിയോറ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഇതിനു മുമ്പ് ഒരു സൈക്കോ കില്ലറിൻ്റെ പ്രേതം കയറിയ ഒരു പാവയുടെ സ്റ്റോറി നമ്മൾ ചെയ്തായിരുന്നു, ദി ചൈൽഡ്സ് പ്ലേ. അത് കണ്ടിട്ടില്ലേ, നിങ്ങളെല്ലാവരും പോയി കാണണം. ഞാൻ പോയി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.